എഞ്ചിനീയർഡ് ആക്സിഡൻ്റ് ആണ്, അതായത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ആക്സിഡൻ്റ് ആണ്. അത് ഡ്രൈവർ അവൻ പറയണത് ബാലഭാസ്കർ ഓടിച്ചു എന്നാണ് പറയണത്. ഒരിക്കലും ആയിരിക്കില്ല, കാരണം ഇത്രയും ദൂരമൊന്നും അവൻ വണ്ടി ഓടിക്കില്ല സാധാരണ രീതിയിൽ. നേരത്തെ നമ്മൾ പറഞ്ഞതാ, അതിപ്പോ കുറച്ചും കൂടി ഒന്ന് ഉറച്ചു. കാരണം ഇവൻ സ്ഥിരമായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, കള്ളക്കടത്തും മറ്റേ സ്വർണം പൊട്ടിക്കലും റോബറിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് ഈ CBI കേസ് വന്ന് അന്വേഷിച്ചിട്ടോ നിർത്തിയിട്ടൊന്നുമില്ല, എപ്പോഴും തുറന്നുകൊണ്ടിരിക്കുക. CBIയുടെ സുഹൃത്തുക്കളെ ബാലഭാസ്കർ, ആ വയലിനിസ്റ്റ് ബാലഭാസ്കർ, അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് നീതി കിട്ടിയിട്ടില്ല. ബാലഭാസ്കറിന്റെ മരണം ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ആക്സിഡന്റ് മരണമല്ല, അതൊരു കൊലപാതകമാണ്. അതിന് പിന്നില് സ്വർണ്ണ കള്ളക്കടത്തുകാരാണെന്ന് അദ്ദേഹം ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഇത് അദ്ദേഹം അന്ന് മുതലേ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഏകദേശം 6 വർഷം മുമ്പാണ് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ അദ്ദേഹത്തിന്റെ വാഹനം ഒരു മരത്തിൽ കയറി ആക്സിഡന്റ് ആവുന്നത്. അതിഭീകരമായിട്ടുള്ള ഒരു ആക്സിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകളും ബാലഭാസ്കറുമാണ് അന്ന് മരിച്ചുപോയത്. ഭാര്യ രക്ഷപ്പെടുന്നു. ഒപ്പം തന്നെ ആ കാർ ഓടിച്ചത് ആരെന്ന് പറയുന്ന ഒരു വലിയ സംശയത്തിലേക്ക് പിന്നീട് ഉള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നു. കാർ ഓടിച്ചത് അർജുൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ അടുത്ത കാലഘട്ടത്ത് അദ്ദേഹത്തിനോടൊപ്പം ജോലിക്ക് ചേർന്ന ആ ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനെ സംശയിക്കാനുള്ള എല്ലാ സംഗതികളും ഉണ്ട്. ഒരു വലിയ കുറ്റവാളിയായിരുന്നു, ഒരുപാട് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു അകന്ന ബന്ധുവാണത്രേ ആ ഒരു ചെറുപ്പക്കാരനെ ബാലഭാസ്കറിനെ ഏൽപ്പിക്കുന്നത്. ഒരു ജോലി കൊടുക്കണം. ഇതിന്റെ ഭാഗമായിട്ട് ബാലഭാസ്കർ തന്റെ ഡ്രൈവറായിട്ട് ആ ഒരു ചെറുപ്പക്കാരനെ നിശ്ചയിക്കുന്നു. അങ്ങനെ നേരാകുമെന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടായിരിക്കുക. ഞാൻ ഇപ്പോൾ ഇങ്ങനെ അടക്കം പറഞ്ഞു വരുന്നത്, ആ ഒരു ചെറുപ്പക്കാരനെ ഇതാ ഇപ്പോൾ പെരിന്തൽമണ്ണയിലുള്ള ഒരു വലിയ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ, ബാലഭാസ്കറിന്റെ അച്ഛൻ വീണ്ടും പറഞ്ഞത്, ഈ ചെറുപ്പക്കാരൻ തന്നെയാണ് എൻ്റെ മകന്റെ വണ്ടി ഓടിച്ചത്. എൻ്റെ മകൻ അങ്ങനെ അത്രയും ദൂരം വണ്ടി ഓടിക്കില്ല. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ഒന്നും എൻ്റെ മകൻ വണ്ടി ഓടിക്കില്ല. അങ്ങനെയാണെങ്കിൽ അന്ന് വാഹനം ഓടിച്ചത് എൻ്റെ മകനല്ല, അത് ഈ ഒരു ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരൻ അന്ന് മുതലേ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതിനാൽ ഒരുപക്ഷെ അന്ന് ആ കാറിൽ എന്തെയോ കള്ളക്കടത്ത് നടത്തുകയായിരുന്നു. ഒരുപക്ഷെ ബാലഭാസ്കറിന് അറിയുന്നുണ്ടായിരിക്കില്ല. ഒരുപാട് ആരോപണങ്ങൾ അന്ന് മുതൽ അച്ഛൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അച്ഛൻ അത്ര ആരോപണങ്ങളുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് വരികയാണ്. ആ ഒരു ചെറുപ്പക്കാരന്റെ ഈ ഒരു അറസ്റ്റോട് കൂടി നമുക്ക് അദ്ദേഹത്തിന്റെ അച്ഛന്റെ വാക്കുകൾ കേൾക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞതാ, അതിപ്പോ കുറച്ചും കൂടി ഒന്ന് ഉറച്ചു. കാരണം ഇവൻ സ്ഥിരമായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, കള്ളക്കടത്തും മറ്റേ സ്വർണം പൊട്ടിക്കലും റോബറിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് ഈ CBI കേസ് വന്ന് അന്വേഷിച്ചിട്ടോ നിർത്തിയിട്ടൊന്നുമില്ല, എപ്പോഴും തുറന്നുകൊണ്ടിരിക്കുക. CBIയുടെ കീഴില് അവര് വാച്ച് ചെയ്ത് നിർത്തേണ്ട സമയത്താണ് വീണ്ടും ഇത് സംഭവിച്ചേക്കണേ. അത് CBIയുടെ ഒക്കെ പിഴവ് തന്നെയാണ്. റിപ്പോർട്ട് കിട്ടിയില്ല ശരിക്ക് മുഴുവനും. എന്തൊക്കെ ഇങ്ങനെ പഴയതുപോലെയൊക്കെ തന്നെയാണെന്ന് തോന്നണമെന്നാണ് നമ്മുടെ വക്കീല് പറഞ്ഞത്. വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നാ പറയണേ. ഒന്നും കണ്ടെത്തിയതായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞ വക്കീല്. അതായത് മുഴുവൻ കിട്ടിയിട്ടില്ല. താങ്കൾ ഉൾപ്പെടെ ഉയർത്തിയ ബലപ്പെട്ട സംശയങ്ങളിൽ വേണ്ട രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നില്ല. ആ മേഖലകളിലേക്കൊന്നും അന്വേഷണം പോയില്ല. പ്രത്യേകിച്ച് അർജുൻ മറ്റ് സ്വർണ്ണക്കടത്തുമായി അറസ്റ്റിലായ ബന്ധമുള്ള ആളുകളിലേക്കൊന്നും തന്നെ കാര്യമായ അന്വേഷണം പോയിട്ടില്ല എന്നാണ് കരുതുന്നത്, അല്ലെ? അതെ അതെ അതെ, അങ്ങനെ തന്നെയാണ്. അത് അവര് ആരെ ചോദ്യം ചെയ്തോന്ന് പോലും സംശയമാണോ? ല്ലോ ഈ വണ്ടി ഓടിച്ചത് ആര്, ബാലു ആണോ വണ്ടി ഓടിച്ചത്, അതോ താനാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് തന്നെ അവ്യക്തതയുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആസൂത്രിതമായി തന്നെ നടന്ന ഒരു കാര്യമാണ് എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? അതെ, ഞാൻ അന്നേ പറഞ്ഞല്ലോ, ഇതൊരു എഞ്ചിനീയർഡ് ആക്സിഡന്റ് ആണ്, അതായത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ആക്സിഡന്റ് ആണ്. അത് ഡ്രൈവർ അവൻ പറയണത് ബാലഭാസ്കർ ഓടിച്ചു എന്നാണ് പറയണത്. ഒരിക്കലും ആയിരിക്കില്ല, കാരണം ഇത്രയും ദൂരമൊന്നും അവൻ വണ്ടി ഓടിക്കില്ല സാധാരണ രീതിയിൽ. അവന്റെ തലയെ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ അടുത്തുനിന്ന് കോമ്പൻസേഷൻ വാങ്ങിക്കാൻ 1 കോടി രൂപയുടെ ഒരു കേസും ഫയൽ ചെയ്തിട്ടുണ്ട് MACT-യിൽ. അതിപ്പോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാസം 2-3 മാസം കൂടുമ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ ഡ്രൈവറുടെ ബാലഭാസ്കറിനോടുള്ള സ്നേഹം. ജോലി കൊടുത്ത ആ ഒരു സുഹൃത്തിനോടുള്ള സ്നേഹമാണ് ആ ഡ്രൈവറുടെ. ആ ഡ്രൈവർ ഇപ്പോഴും അച്ഛനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. അതായത് ബാലഭാസ്കറിനെതിരെ തന്നെയാണ് പരാതി കൊടുത്തതെന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് ഒരുപാട് ശമ്പളം തരാനുണ്ടെന്നും
തനിക്ക് ആക്സിഡന്റ് ഒക്കെ ഇങ്ങനെ പറ്റാൻ കാരണം ബാലഭാസ്കർ ആണെന്നും ആ ഒരു വാഹനത്തിൽ സഞ്ചരിച്ചതിന്റെ ഭാഗമാണെന്നും അതിന്റെ ഭാഗമായിട്ട് കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ് പുള്ളി അർജുൻ കേസ് നൽകിയിരിക്കുന്നത്. എന്നാൽ ആ കേസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യം എന്ന നിലയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ പണി ആ ഒരു ചെറുപ്പക്കാരൻ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ബാലഭാസ്കറിന് അന്ന് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ വാർത്ത, പണ്ടത്തെ ആ ഒരു സംഭവത്തെ കുറിച്ചിട്ട് ഏഷ്യാനെറ്റിൽ വന്നൊരു ചെറിയ ന്യൂസ് ഉണ്ട്, കേട്ടു. തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള മടക്ക യാത്രക്കിടെയാണ് ബാലഭാസ്കർ സഞ്ചരിച്ച വാഹനം ഒരു മരത്തിൽ ഇടിച്ചു കയറുകയും ബാലഭാസ്കറും മകളും മരിക്കുകയും വാഹനത്തിലുണ്ടായിരുന്ന ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിക്കും അതുപോലെ തന്നെ ഡ്രൈവറായിരുന്ന അർജുനും ഗുരുതരമായി പരിക്കേറ്റത്. അമിത വേഗത്തിൽ ഒരു മരത്തിലേക്ക് വാഹനം ഇടിച്ചു കയറിയാണ് അപകടമുണ്ടാവുന്നത്. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ബാലഭാസ്കറാണ് വാഹനം ഓടിച്ചതെന്നും ബാലഭാസ്കർ ഓടിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്നുമായിരുന്നു അർജുന്റെ മൊഴി. പക്ഷെ പിന്നീട് പോലീസിന് സംശയം തോന്നി. കാരണം അർജുന്റെ പശ്ചാത്തലമാണ് സംശയം വർദ്ധിപ്പിക്കാനുള്ള കാരണം അർജുൻ മുമ്പ് ചില ATM കവർച്ചാ കേസുകളിലും മറ്റ് അടിപിടി കേസുകളിലൊക്കെ പ്രതിയായിരുന്നു. പാലക്കാട് ബാലഭാസ്കറിന് അടുത്ത് ബന്ധമുള്ള ഒരു ആയുർവേദ ആശുപത്രി നടത്തിയിരുന്ന ഒരു കുടുംബമുണ്ട്. അവരുടെ ബന്ധുവായിരുന്നു ഈ അർജുൻ. അർജുനെ പുതിയൊരു ജീവിതം നൽകാനും നല്ല നടപ്പിലേക്ക് നയിക്കുന്നതിനും വേണ്ടി ഡ്രൈവറായി ജോലി കൊടുക്കണമെന്ന കുടുംബത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് തിരുവനന്തപുരത്ത് എത്തിക്കുകയും ഇങ്ങനെ ഡ്രൈവറായി ജോലി കൊടുത്തതെന്നാണ് പിന്നെ പോലീസിന്റെ റിപ്പോർട്ടിലൊക്കെ പറയുന്നത്. വളരെ പാവമെന്ന് തന്നെ പറയാം. കാരണം ഏതൊരു സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടി ജോലി കൊടുത്തു. ആ ജോലി കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വളരെ അകാലത്തിൽ നമ്മളെ വിട്ട് പിരിയേണ്ടി വന്നത് ആ ഒരു ബാലഭാസ്കർ പറയുന്ന അതുല്യ സംഗീതജ്ഞന്. കാരണം വയലിൻ എന്ന് പറയുന്ന ആ ഒരു ഉപകരണത്തെ കേരളക്കരക്കാരെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത് ബാലഭാസ്കറിന് ശേഷമാണെന്ന് പറയേണ്ടി വരും. കാരണം അതുവരെ അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ലാത്ത ആ ഒരു ഉപകരണത്തെ ഇങ്ങനെ ലൈവായിട്ട് വായിക്കാൻ കഴിയും. മലയാള പാട്ടുകളൊക്കെ ഇങ്ങനെ സുന്ദരമായിട്ട് ഇതിലൊക്കെ വായിക്കാൻ കഴിയും, ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ കഴിയുന്നൊക്കെ നമുക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്ലേയിങ്ങിലൂടെയാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടു വന്നിരുന്ന ആ ഒരു മഹാ സംഗീതജ്ഞനാണ് ഈ അർജുൻ. ഇതിലിടപെട്ടിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ കൊന്നുകളഞ്ഞു. എന്തായാലും അർജുന്റെ അച്ഛൻ പറയുന്ന, അർജുന്റെ അല്ല, നമ്മുടെ ബാലഭാസ്കറിന്റെ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ മുകളിലേക്ക് എടുക്കുക തന്നെ വേണം. കാരണം ഇങ്ങനെയൊക്കെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ ഒരു മനുഷ്യനെ കേന്ദ്രീകരിച്ച് എന്തുകൊണ്ട് അന്ന് അന്വേഷണം നടത്തിയില്ല എന്നതൊക്കെ വീണ്ടും അന്വേഷണ പരിധിയിൽ വരേണ്ടതാണെന്ന് തോന്നിപ്പോകുന്നത്. എന്തൊക്കെയായാലും ഒരു നല്ല ഉത്തരം അധികം വൈകാതെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയോടെ സുഹൃത്തുക്കളെ നിർത്തട്ടെ. ബൈ.